നമ്മളുടെ കഥാനായിക ഒറ്റപ്പെട്ട ഒരു റോഡിലൂടെ വണ്ടി ഓടിച്ചു പോവുകയാണ്. പെട്ടെന്ന് അവൾ അവിടെ വഴിക്ക് നിർത്തിയിട്ട ഒരു കാറും അതിലൊരു സ്ത്രീയെയും കാണാനിടയാകുന്നു. എന്നാൽ കൂടുതലൊന്നും ശ്രദ്ധിക്കാതെ നായിക അവസാനം വണ്ടി ഓടിച്ചു പോവുകയാണ്. എന്നാൽ ആ സംഭവത്തിന് ശേഷം നായികയുടെ ജീവിതം മൊത്തം മാറുന്നു. കാണാത്തത് കാണുന്നു, കേൾക്കാത്തത് കേൾക്കുന്നു, ചെയ്യാത്തത് ചെയ്യുന്നു. ആകെ അവൾക്ക് തന്നെ തനിക്ക് എന്തൊക്കെയാ പറ്റിയതെന്നും മനസ്സിലാകാത്ത ഒരവസ്ഥ. ആ കാർ ഇൻസിഡന്റ് ആയിരിക്കുമോ അതിന് പിന്നിൽ? അങ്ങനെയാണെങ്കിൽ അതും നായികയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? നമുക്ക് നോക്കാം. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കെസാൻഡ്ര എന്ന കാസിനെയാണ് കാണിക്കുന്നത്. അവൾ ഇംഗ്ലണ്ടിലെ ഒരു ഹൈസ്കൂളിലെ ഡ്രാമ ടീച്ചറാണ്. അവൾക്ക് ഈ ആക്ടിങ്ങിനോടൊക്കെ നല്ല താല്പര്യമുണ്ട്. മുമ്പ് അതൊക്കെ അവൾ ചെയ്തതുമാണ്. എന്നാൽ പിന്നീട് അവളുടെ ഹസ്ബൻഡിന് അതിലോടൊന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ കാര്യം അവൾ പാടെ ഉപേക്ഷിച്ചു. അങ്ങനെ അവൾ അവളുടെ സ്റ്റുഡന്റായ ആൻഡ്രൂവിന് ഒരു ബുക്ക് വായിക്കാൻ കൊടുക്കുകയാണ്. ശേഷം അവനിങ്ങനെ ഓരോന്നും സംസാരിച്ച് ഇവളുടെ പിറകെ പോകുകയാണ്. മിസ്, നിങ്ങൾക്ക് ഈ വീക്കെൻഡിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളുടെ വീടൊന്ന് റെനോവേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോ അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടെന്ന് അവളും. അത് കേട്ട ഇവൻ, മിസ്, ഞാൻ നിങ്ങളോട് അന്യായ ഒരു കാര്യം ഇങ്ങനെ ചോദിക്കാൻ വിചാരിക്കുകയായിരുന്നു. നിങ്ങളുടെ ഹസ്ബൻഡും അമേരിക്കനാണോ? അല്ല, എന്നെ പോലെ പുള്ളിയും ഹാഫ് ബ്രിട്ടീഷ് ആണെന്ന് ഇവളും. അതുകൊണ്ട് അങ്ങ് തീരില്ല. ചെറുക്കൻ വീണ്ടും ഇവളോട് ഓരോ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ആൻഡ്രൂവിന് തന്റെ കാര്യത്തിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആണെന്ന് ഇവക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഇവനെങ്ങാനും തന്നോട് ക്രഷ് തോന്നുന്നുണ്ടോന്ന് വരെ അവൾ ചിന്തിക്കുകയാണ്. അതേസമയം കേസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജോൺ അവിടേക്ക് വരികയാണ്. ഈ ജോൺ അവളുടെ അടുത്ത ഫ്രണ്ടും കൂടിയാണ്. മാത്രല്ല ഈ ജോണിന് ഇവളോടൊരു ചെറിയ ഇഷ്ടമുണ്ട്. അത് ഈ കാസിനും അറിയാം. എന്നാൽ അവൾ അതൊന്നും കാര്യമാക്കി എടുത്തിട്ടില്ല. അപ്പൊ നാളെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ആകുകയാണ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എല്ലാം കൂടി ഒരു നൈറ്റ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കേസിനെയും അവിടെ വരാൻ വേണ്ടി ജോൺ വിളിക്കുകയാണ്. അങ്ങനെ അവൾ ഓക്കെ പറയുന്നു. ശേഷം അന്ന് രാത്രി പാർട്ടിയൊക്കെ കഴിഞ്ഞ് ജോണും കേസും അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല കാറ്റും മഴയും ഒക്കെ ആയിരിക്കും. കാലാവസ്ഥ നല്ല മോശമായത് കൊണ്ട് തന്നെ ജോൺ അവളോട്, ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണോ എന്ന് ചോദിക്കുന്നു. വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് അവൾ വണ്ടിയിൽ കയറുന്നു. ആ സമയത്ത് അവളുടെ ഹസ്ബൻഡായ മാത്യുവിന്റെ കോൾ വരികയാണ്. കേസ്, ഞാൻ വർക്കിന് പോയത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങിക്കോട്ടെ? അല്ല, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യണോ? ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നു. അത് കുഴപ്പമില്ല, നീ ഉറങ്ങിക്കോ. ഞാൻ എന്തായാലും വീട്ടിലെത്താൻ ഏകദേശം 40 മിനിറ്റോളം എടുക്കും. അതുകൊണ്ട് ഞാൻ ഷോർട്ട് കട്ടിന് വേണ്ടി ബ്ലാക്ക് വാട്ടർ ലൈനിലൂടെ വരികയാണെന്ന് അവൾ പറയുന്നു. അപ്പൊ ഈ ബ്ലാക്ക് വാട്ടർ ലൈൻ എന്ന് ഉദ്ദേശിച്ചത് ഒരു റോഡാണ്. ആ റോഡ് കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു ഇടുങ്ങിയതാണ്. സ്ട്രീറ്റ് ലൈറ്റ്സോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ആരെങ്കിലും അതിലൂടെ വണ്ടി എടുത്ത് പോകുകയാണെങ്കിൽ വണ്ടിയുടെ ലൈറ്റ്സ് അല്ലാതെ വേറെ ഒരു തരി വെളിച്ചം പോലും വഴിയിലോ എവിടെയും ഉണ്ടാകില്ല. ആ ഭാഗത്താണെങ്കിലോ വീടോ ആൾത്താമസോ അങ്ങനെയൊന്നുമില്ല. എന്തിനു പറയുന്നു, ഒരു സിഗ്നൽ പോലും കിട്ടില്ല. അഥവാ വണ്ടി എങ്ങാനും പകുതിക്ക് വെച്ച് നിന്നു പോയാൽ ഒരു കൈ സഹായത്തിന് വരെ ആളെ കിട്ടാൻ പാടാണ്. അതൊക്കെ അറിയാവുന്നത് കൊണ്ട് കാസിനോട് ആ റോഡിലൂടെ പോകണ്ട, അതത്ര സേഫ് അല്ല. ഒന്നാമത് കാലാവസ്ഥ മോശമാണ്. അതുകൊണ്ട് നീ നോർമൽ റോഡിലൂടെ വന്നാൽ മതി എന്ന് മാത്യു പറയുന്നു. ഓക്കെ എന്ന് പറഞ്ഞ് അവൾ ആ കോൾ കട്ട് ചെയ്യുന്നു. മാത്യുവിനോട് വാക്ക് കൊടുത്തെങ്കിലും വീട്ടിൽ പെട്ടെന്ന് എത്താനുള്ളത് കൊണ്ടും കാലാവസ്ഥ മോശമായതുകൊണ്ടും കേസ് ആദ്യം തീരുമാനിച്ചതുപോലെ തന്നെ ആ ഇടുങ്ങിയ റോഡിലൂടെ തന്നെ പോകാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ അതിലൂടെ വണ്ടിയെടുത്ത് പോകുകയാണ്. കുറച്ചങ്ങോട്ട് എത്തുമ്പോഴേക്കും മഴയുടെ ശക്തി നന്നായി കൂടുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ റോഡിലൂടെ വേറെ വണ്ടികളോ ഒരു വെളിച്ചം പോലും തന്നെ ഉണ്ടാകില്ല. ഇവളുടെ ആ വണ്ടിയും അവളും മാത്രം. പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ഇവൾ കാണുകയാണ്. ഇത്രയും ശക്തമായ കാറ്റിലും മഴയിലും ആരെ ഇങ്ങനെ വണ്ടി നിർത്തിയിടുന്നേ? വണ്ടിക്കകത്ത് ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും അതൊരു സ്ത്രീയാണെന്നുള്ള കാര്യം ഇവയ്ക്ക് പിടികിട്ടുന്നു. ആ സ്ത്രീ അതിനകത്ത് ഒന്നും അനങ്ങാതെ ഇരിക്കുകയാണ്. ഇവൾ അവരെ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ആ സ്ത്രീ അതൊന്നും കേൾക്കില്ല. അങ്ങനെ അവസാനം അവൾ അവിടുന്ന് തിരിച്ചു പോകുന്നു. ദെൻ പിറ്റേ ദിവസമാകുന്നു. മാത്യു കാസിനോട് ഇവൾ വന്ന ആ റോഡില്ലേ, അവിടുന്ന് ഒരു സ്ത്രീയുടെ ബോഡി കിട്ടിയ കാര്യം ന്യൂസിൽ പറഞ്ഞത് പറയുന്നു. അപ്പൊ താൻ ഇന്നലെ ആ റോഡിൽ കണ്ട സ്ത്രീയെ കുറിച്ചാണ് മാത്യു പറയുന്നതെന്ന് ഇവക്ക് മനസ്സിലാകുകയാണ്. എന്നാൽ ആ കാറ്റും മഴയും ആയതുകൊണ്ട് തന്നെ അവൾക്ക് അത് ഒട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ശേഷം കൂടുതൽ അറിയാൻ വേണ്ടി അവൾ ന്യൂസ് കാണുന്ന സമയത്ത് പോലീസുകാർക്ക് ഇന്ന് രാവിലെയാണ് ബോഡി കിട്ടിയതെന്നും അതൊരു കൊലപാതകമാണെന്നൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് കെട്ടായിട്ട് ഇവരുടെ വീട് പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ കോൺട്രാക്ടർ പണി പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് അയാളുടെ പാട് നോക്കിപ്പോയി. അതുകൊണ്ട് ഏകദേശം 2 ആഴ്ചയായി അവർ പുതിയ കോൺട്രാക്ടറിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ശേഷം മാത്യുവിനോട് പുതിയ കോൺട്രാക്ടറെ കണ്ടുപിടിച്ചോ എന്ന് ഇവൾ ചോദിക്കുമ്പോൾ, ഞാൻ അതിനു വേണ്ടി കുറച്ച് പേരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരെയും എനിക്ക് തിരക്ക് പിടിച്ച് എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ എടുത്തതിന്റെ അവസ്ഥ നീ കണ്ടതല്ലേ എന്ന് മാത്യു പറയുന്നു.
ശേഷം അവൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ റേച്ചലിനെ കാണാൻ വേണ്ടി പോകുകയാണ്. റേച്ചൽ അവളുടെ ചെറുപ്പം മുതലേയുള്ള ഫ്രണ്ടാണ്. ആളിപ്പോ ഒരു ബിസിനസ് വുമണും കൂടിയാണ്. കാസിന്റെ അമ്മയും റേച്ചലിന്റെ അമ്മയുമായിട്ട് പണ്ട് നല്ല കൂട്ടായിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും കാസ് റേച്ചലിനോട് ഷെയർ ചെയ്യാറുണ്ട്. കാസിന്റെ അമ്മ റേച്ചലിനെ സ്വന്തം മകളെ പോലെ തന്നെയാണ് കണ്ടത്. കാസിന്റെ അമ്മ ഇപ്പൊ ജീവനോടെ ഇല്ല, ഡിമെൻഷ്യ മൂലം മരിച്ചു. എന്നാൽ അവർ മരിച്ചതിന് ശേഷം അവളുടെ അമ്മയുടെ പ്രസൻസ് ഇവക്ക് തോന്നാറുണ്ട്. അമ്മ കുറച്ച് ദിവസമായിട്ട് താനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ ഇവക്ക് തോന്നുന്നുണ്ട്. അല്ല, ഇന്നലത്തെ പാർട്ടിക്ക് ജോൺ ഉണ്ടായിരുന്നില്ലേ എന്ന് റേച്ചൽ ഇവളോട് ഒന്ന് ആക്കി ചോദിക്കുകയാണ്. സംഭവം ജോണിന് കാസിനോട് ക്രഷ് ഉണ്ടല്ലോ, അത് കാസ് റേച്ചലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടി, അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, മാത്രമല്ല ഞാൻ മാരീഡും ആണ്. അപ്പൊ അതൊന്നും എന്തായാലും നടക്കില്ല എന്ന് കാസ് പറയുന്നു. ആളുകൾ പറഞ്ഞു നടക്കുന്നത് ഈ ജോണിന് മുമ്പ് ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നും പിന്നീട് അവൾ അവനെ വിട്ടുപോയി എന്നൊക്കെയാണ്. പക്ഷേ സൂസി പറഞ്ഞത് അത് വിട്ടുപോയതൊന്നുമല്ല, അവളെ കാണാതായി എന്നാണ്. ഈ സൂസി ഇവരുടെ കോമൺ ഫ്രണ്ടാണ്. മാത്രമല്ല സൂസി ഈ കാസിന്റെ സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതും. നാട്ടിൽ എന്ത് തല്ലിപ്പൊളി കേസ് ഉണ്ടായാലും സൂഫിയുടെ ചെവിയിൽ എത്താതിരിക്കില്ല. നാളെ സൂസിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണ്ടേ എന്ന് കാസ് റേച്ചലിനോട് ചോദിക്കുമ്പോൾ, അല്ല, നമ്മളെല്ലാവരും കൂടി പൈസ ഇട്ട് അവൾക്ക് ഓൾറെഡി ഗിഫ്റ്റ് വാങ്ങി കൊടുത്തതല്ലേ, നീ അപ്പോഴേക്കും ഇതൊക്കെ മറന്നു പോയോ എന്ന് റേച്ചൽ ചോദിക്കുന്നു. കാസിന് അതൊന്നും ഓർമ്മയുണ്ടാകില്ല. എന്നാൽ ഓർമ്മയില്ലാത്തത് മറച്ച് പിടിക്കാൻ വേണ്ടി അവൾ ആണല്ലേ എന്നൊക്കെ പറയുന്നു. അങ്ങനെ റേച്ചലിനെ കണ്ട് ഷോപ്പിങ്ങിനൊക്കെ പോയി കാസ് വീട്ടിൽ തിരിച്ചെത്തുന്നു. എന്നിട്ട് റൂമിലെത്തിയ അവൾ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഏതൊരു അജ്ഞാതൻ പുറത്ത് നിൽക്കുന്നതായിരിക്കും. അതാരാണെന്നും എന്താണെന്നും എന്തിനാ അവിടെ നിൽക്കുന്നതെന്നൊന്നും ഇവക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് മാത്യു പിറകിലൂടെ വന്ന്, ഷോപ്പിങ്ങിന് പോയിട്ട് കുറെ സാധനങ്ങൾ നീ വാങ്ങിയല്ലോ എന്ന് ചോദിക്കുന്നു. ഇവൻ പെട്ടെന്ന് പിറകിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ കാസ് ഒന്ന് പേടിക്കുന്നുണ്ട്. ഓ, നീയായിരുന്നോ, ഞാൻ പേടിച്ചു പോയി. എന്നിട്ട് അവൾ പുറത്ത് ആരെയോ കണ്ട കാര്യങ്ങളും പറയുന്നു. അപ്പോൾ മാത്യു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇവൾക്ക് അത് തോന്നിയതാകുമെന്നാണ് അവൻ കരുതുന്നത്. അങ്ങനെ അടുത്ത സീനിൽ സൂസിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാവരും പോകുന്നതാണ് കാണിക്കുന്നത്. അന്നേരം റേച്ചൽ കസാൻഡ്രയോട് അന്ന് മരിച്ച ആ സ്ത്രീയില്ലേ, അവരെ ഉദ്ദേശിച്ചുകൊണ്ട്, അവൾ എന്റെ കമ്പനിയിൽ സ്റ്റാഫാണ്, പക്ഷെ അവളായിരുന്നു മരിച്ചതെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. കാരണം അവൾ വേറെ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഞാൻ അവളെ അങ്ങനെ കാണാറില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂയോർക്കിൽ വർക്കിന്റെ ആവശ്യത്തിന് പോയിട്ട് നേരെ തിരിച്ച് എന്റെ ഓഫീസിലാണ് പോയത്. ആ സമയത്ത് ഞാനൊരു സ്ത്രീയുമായിട്ട് പാർക്കിംഗ് ലോട്ടിൽ വെച്ച് വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇവളാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയുന്നു. അന്നേരം നീ ഈ പറഞ്ഞ സ്ത്രീയുടെ പേരെന്താണെന്ന് കേസ് ചോദിക്കുമ്പോഴായിരിക്കും ജെയിൻ എന്ന് റേച്ചൽ പറയുന്നേ. അപ്പോഴായിരിക്കും കേസിനും ഈ ജെയിനിനെ അറിയാമെന്നുള്ള കാര്യം തിരിച്ചറിയുന്നേ. അതായത് മുമ്പ് റേച്ചലിന്റെ കമ്പനിയിലെ ആരോ റിസൈൻ ചെയ്ത് പോകുന്ന സമയത്ത് ഫെയർവെൽ പാർട്ടിക്ക് കേസും റേച്ചലിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് കാസ് ജെയിനുമായിട്ട് പരിചയപ്പെടുകയും അവർ പരസ്പരം ഫോൺ നമ്പേഴ്സ് ഒക്കെ കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് ആ റോഡിൽ വെച്ച് ജെയിനിനെ വണ്ടിക്കകത്ത് കണ്ട സമയത്ത് അത് അവളാണെന്നുള്ള കാര്യം ഇവക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇവൾ ആ റോഡ് വഴി പോയതും ആ ജെയിനിനെ കണ്ടതൊന്നും റേച്ചലിനോട് പറയുന്നില്ല. മാത്യുവിനും അറിയില്ല. ആ സമയത്ത് ആ പാർട്ടിക്കിടയിൽ ജോൺ അവള് വരുന്നു. അല്ല, ഇവനിങ്ങനെ ഇവിടെ വന്നു എന്നാ കാസ് ചിന്തിക്കുന്നേ. ശേഷം അവൾ സൂസിയോട് നിനക്ക് ജോണിനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ജോൺ എന്റെ ടെന്നീസ് കോച്ചാണെന്നുള്ള കാര്യം സൂസി പറയുന്നേ. അപ്പൊ ജോൺ ഈ ടെന്നീസ് കോച്ചാണെന്നുള്ള കാര്യമൊന്നും കാസിന് അറിയില്ലായിരുന്നു. അടുത്ത ഷോട്ടിൽ മരിച്ച ജെയിന്റെ ഫോട്ടോ പുറത്ത് വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് കേസിനെ മാത്യു ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് മുമ്പ് ഇവൾ പാർട്ടിക്ക് വെച്ച് കണ്ട അതേ ജെയിൻ തന്നെയാണ്. ഇതാര് ചെയ്തു, എന്തിനു ചെയ്തു, ഇനി വല്ല സീരിയൽ കില്ലർ വല്ലതുമായിരിക്കുമോ എന്നുള്ള പേടി ഇവർക്ക് രണ്ടുപേർക്കും വരുന്നുണ്ട്. ഇവരുടെ വീട്ടിലെ സെക്യൂരിറ്റി സിസ്റ്റം മര്യാദയ്ക്ക് വർക്ക് ആകാത്തത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അത് ശരിയാക്കണം എന്നുള്ള തീരുമാനത്തിൽ അവർ എത്തുന്നു. അങ്ങനെ മാത്യു ഞാനൊന്ന് താഴത്തെ ഡോർ ലോക്കാണോ എന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അന്നേരം കാസിനൊരു കോൾ വരുന്നു. എന്നാൽ മറുഭാഗത്തുള്ള ആൾ ഒന്നും സംസാരിക്കില്ല. അപ്പോഴേക്കും മാത്യു അങ്ങോട്ട് എത്തുന്നു. എന്നിട്ട് ആരാ ഈ നേരത്തെ വിളിക്കുന്നേ എന്ന് ചോദിക്കുന്നു. അറിയില്ല എന്ന് ഇവളും. ചിലപ്പോൾ മിസ് ഡയൽ ആയിരിക്കും. പുറത്തെ കഥകൊക്കെ ലോക്കാണെന്ന് മാത്യു പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസമാകുന്നു. അന്നേരം ന്യൂസിൽ ജെയിൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൾ അവളുടെ ഹസ്ബൻഡിന് എന്തോ ഒരു വോയിസ് മെയിൽ അയച്ച കാര്യമൊക്കെ പറയുന്നത് കേസ് കാണുന്നു. പെട്ടെന്ന് ഇവൾ എന്തോ ശബ്ദം കേൾക്കുന്നു. വീട്ടിൽ ആരോ ഉള്ളതുപോലെയൊക്കെ ഇവക്ക് തോന്നുന്നുണ്ട്. മാത്യു ആണെന്ന് കരുതി അവൾ മാത്യുവിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ മാത്യു ആയിരിക്കില്ല അത്. അവസാനം അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോഴുണ്ടാകും ഒരു നിഴൽ അവളുടെ പിറകിലൂടെ പോകുന്നത് നമുക്ക് കാണാം. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തന്നെ ഫോണിന് മറുഭാഗത്തെ ഉള്ളയാൾ ഒന്നും സംസാരിക്കില്ല. പകരം എന്തൊക്കെയോ ശബ്ദമാണ് കേൾക്കുന്നത്, ഈ സ്റ്റാറ്റിക് സൗണ്ട് ഒക്കെ പോലെ. ആരിത്? പെട്ടെന്ന് ആരോ ഡോർബെൽ അടിക്കുന്നു.
അപ്പൊ അത് ഇവരുടെ വീട്ടിലെ സെക്യൂരിറ്റി സിസ്റ്റം നന്നാക്കാൻ വന്ന ആളായിരിക്കും. കേസ് അയാളോട് നിങ്ങൾ വന്ന പണി പെട്ടെന്നൊന്ന് തീർക്കാമോ, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ടതുണ്ടെന്ന് പറയുന്നു. അന്നേരം അയാൾ അവിടേക്ക് ഒന്ന് കണ്ണൊടിച്ചുകൊണ്ട് നിങ്ങളുടെ സെക്യൂരിറ്റി സിസ്റ്റം പഴയതായി, അതുകൊണ്ട് പുതിയൊരു സെൻസർ വാങ്ങണമെന്ന് പറഞ്ഞ് അയാൾ അകത്ത് പോയി വീടാകെ ഒന്ന് നോക്കുന്നു. അന്നേരം ഇവൾക്ക് അയാളെ പേടി വരുന്നുണ്ട്. കാരണം ജെയിനിന്റെ കൊലപാതകം, പിന്നെ ഇവക്ക് അടിക്കടി വരുന്ന കോൾ, മാത്രമല്ല ഇവൾ ഇപ്പൊ ഈ വീട്ടിൽ ഒറ്റക്കുമാണല്ലോ. ഇനി ഇവൻ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് ഇപ്പൊ തൽക്കാലം നിങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് പറയുന്നു. അന്നേരം അയാൾ ഇപ്പൊ ഈ അടുത്തല്ലേ ഈ നാട്ടിൽ ഒരു കൊലപാതകം നടന്നത്, അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ, ചുമ്മാ റിസ്ക് എടുക്കണ്ട എന്ന് പറയുന്നു. അത് കേട്ട് ഇവൾ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടാകുമ്പോൾ മാത്രം വന്നു, ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇവിടുന്ന് എന്ന് പറയുന്നു. ഇനി എനിക്ക് ഇപ്പോഴേ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എങ്കിലൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ വീടിന്റെ ലേഔട്ട് എന്റെ കയ്യിലുണ്ട്, അപ്പോൾ പ്രൈസിന്റെയും മറ്റു കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് ഞാൻ ഫോണിൽ അയച്ചു തരാമെന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നു. ശേഷം കാസ് ജെയിൻ കൊല്ലപ്പെട്ട ആ റോഡില്ലേ അവിടേക്ക് പോകുകയാണ്. അവിടെ വെച്ച് അവൾക്കൊരു കമ്മൽ കിട്ടുന്നു. അപ്പൊ അത് വേറെ ആരുടെയുമല്ല, ഇവളുടെ തന്നെയാണ്, ഇവളുടെ കാണാതായ കമ്മൽ. ഇതെങ്ങനെ ഇവിടെ വന്നു? പെട്ടെന്ന് നല്ല കാറ്റും വരികയാണ്. കൂടാതെ അവൾ അവിടെ ഒരു കുറുക്കനെയും കാണുന്നുണ്ട്. പേടി വന്ന അവൾ വണ്ടിയും എടുത്ത് അവിടുന്ന് പോകുന്നു. ശേഷം രാത്രിയാകുന്നു. ഇവൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഇവളെ പിടിച്ച് ബാർഡബിലെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കുകയാണ്. ആരെ എന്താണെന്നൊന്നും ഇവക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയോ ഒരു വിധം അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും കാണില്ല. ഒന്നാമത് അവൾ ആ വീട്ടിൽ ഒറ്റക്കുമാണ്. ശേഷം അവൾ ഒട്ടും സമയം കളയാതെ മാത്യുവിനെ വിളിച്ചിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. അത് കേട്ട മാത്യു നീ പേടിക്കാതെ, ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാമെന്ന് പറയുന്നു. അല്ല, ആരെങ്കിലും ഈ വീട്ടിൽ ഉള്ളതായിട്ട് ഞാൻ ഇത്ര നേരമായിട്ട് കണ്ടിട്ടില്ല, നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, ആദ്യം നമുക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് മതി പോലീസിനെ അറിയിക്കുന്നതൊക്കെ എന്ന് അവളും. കുറച്ചു സമയത്തിന് ശേഷം ആരോ ഡോർബെൽ അടിക്കുന്നു. അപ്പൊ അത് ഡിറ്റക്റ്റീവ് ലോസൺ ആയിരിക്കും. മാത്യു വിളിച്ചിട്ട് പറഞ്ഞിട്ടാണ് ഇവർ വന്നതെന്ന് വിചാരിച്ച് സോറി, ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസിനെ ഒന്നും വിളിക്കേണ്ട എന്ന്. ഇവൾ എന്താ ഉദ്ദേശിച്ചതെന്ന് ലോസണിന് മനസ്സിലാകുന്നില്ല. അപ്പോഴായിരിക്കും ഇവൾ നടന്ന കാര്യങ്ങളൊക്കെ ലോസണിനോട് പറയുന്നേ. സോറി, ഞങ്ങൾ ഇവിടെ വന്നത് ജെയിന്റെ കൊലപാതകത്തെ പറ്റി അന്വേഷിക്കാനാണ്. ഈ കേസ് ജെയിൻ മരിക്കുന്ന ടൈം ആ റോഡിലൂടെ പോയ വിവരങ്ങളൊക്കെ ഒരു സ്ട്രേഞ്ചർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാനാണ് ഇവർ ഇപ്പൊ ഇവിടെ വന്നത്. അപ്പോഴേക്കും മാത്യു അവിടെ എത്തുന്നു. ആക്ച്വലി ഞാൻ ആ വഴി പോയിട്ടുണ്ടായിരുന്നു, പേടിച്ചിട്ടായിരുന്നു ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നതെന്ന് ഇവൾ പറയുന്നു. അപ്പോഴാണ് മാത്യു അവൻ പോകണ്ട എന്ന് പറഞ്ഞിട്ടും അവൾ ആ റോഡിലൂടെ തന്നെ വന്ന കാര്യം അറിയുന്നേ. ലോസൺ ജെയിനെ നിനക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളെ ഞാൻ അവൾ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് അവൾ കൊല്ലപ്പെട്ട ദിവസം നല്ല മഴയായതുകൊണ്ട് തന്നെ അത് ജെയിൻ ആണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ വണ്ടിക്കകത്ത് അവളെ കണ്ടപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വിട്ടു എന്ന് ഇവളും. കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കേട്ടതിന് ശേഷം ലോസൺ അവിടുന്ന് ഇറങ്ങുന്നു. അവർ പോയതിനു ശേഷം മാത്യു കാസിനോട് നിന്നോട് ഞാൻ അതുവഴി വരരുതെന്ന് ഓൾറെഡി പറഞ്ഞതല്ലേ, നീ എന്തുകൊണ്ടാ അന്ന് സംഭവിച്ചതൊന്നും എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിലൂടെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ എന്തായാലും അതിന്റെ പേരിൽ വഴക്കിടും, അത് കരുതിയിട്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. ചിലപ്പോൾ ആ കില്ലർ തന്നെയായിരിക്കും ഞാൻ അതുവഴി വന്ന കാര്യം പോലീസിനോട് പറഞ്ഞതെന്ന് ഇവൾ പറയുന്നു. ചിലപ്പോൾ വേറെ ആരെങ്കിലും നിന്നെ ആ റോഡിൽ വെച്ച് കണ്ടിട്ട് അവരായിരിക്കും സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തത്. എന്തായാലും ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ഫിക്സ് ചെയ്യണം. അല്ല, അതിന് നീ ഇതെവിടേക്കാ പോകുന്നതെന്ന് ഇവൾ ചോദിക്കുമ്പോൾ ഞാൻ അതിന് നിന്നോട് മുമ്പേ എനിക്കൊരു ബിസിനസ് ട്രിപ്പുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോഴേക്കും നീ മറന്നോ എന്ന് ഇവനും. അപ്പൊ ഇവൾക്കൊന്നും ഓർമ്മയുണ്ടാകില്ല. ഈയിടെയായിട്ട് കേസിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാ, പല കാര്യങ്ങളും ഇവൾക്ക് ഓർമ്മയില്ല. അങ്ങനെ പിറ്റേ ദിവസം മാത്യു ഓഫീസിൽ നിന്ന് വരുന്നത് വരെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിച്ചിട്ട് റേച്ചലിനോട് ഇന്ന് വീട്ടിൽ വരുമോ എന്ന് ചോദിക്കുന്ന കേസിനെയാണ് കാണിക്കുന്നത്. അന്നേരം റേച്ചൽ ഞാനിപ്പോൾ ഒരു ക്ലയന്റുമായിട്ട് മീറ്റിംഗിലാണ്, അത് കഴിഞ്ഞ ഉടനെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അന്നേരം കേസിന് മുമ്പ് വന്നതുപോലെ തന്നെ ആ കോൾ വീണ്ടും വരികയാണ്. പതിവ് പോലെ അവൾ ആരാ എന്ന് പല തവണ ചോദിക്കുമെങ്കിലും മറുഭാഗത്ത് നിന്ന് ആരും സംസാരിക്കില്ല. അത് കഴിഞ്ഞ് അവൾ എവിടേക്കോ പോകാൻ വേണ്ടി ഡോറ് തുറക്കുമ്പോൾ കാണുന്നത് പുറത്തു നിൽക്കുന്ന അവളുടെ സ്റ്റുഡന്റായ ആൻഡ്രൂവിനെയാണ്. അവനെ പെട്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെ ഇവൾ അങ്ങ് ഞെട്ടുകയാണ്. ആൻഡ്രൂ, നീ എന്താ ഇവിടെ? അപ്പൊ ഇവൻ ഇവിടെ അടുത്തുള്ള ഇവന്റെ ക്ലാസ്മേറ്റായ ഹാരിയുടെ വീട്ടിൽ വന്നതാണെന്നും കേസിന്റെ വീട് ഇവിടെ അടുത്താണെന്ന് അറിഞ്ഞത് കൊണ്ട് കേസ് അന്ന് ഇവന് കൊടുത്ത ബുക്ക് തിരിച്ചു തരാനും വന്നതാണെന്ന് പറയുന്നു. അപ്പൊ ഹാരിയാണ് കേസിന്റെ വീട് ഇവിടെ അടുത്താണെന്നുള്ള കാര്യം പറഞ്ഞത്. ശേഷം അവൻ ഈ വീട് ഉദ്ദേശിച്ചുകൊണ്ട് എന്റെ അമ്മ ഒരു ലോക്കൽ ഗൈഡാണ്,
അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ വീട് ശരിക്കും ഒരു ഭാർഗവി നിലയമാണെന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ഇവൻ ചോദിക്കുമ്പോൾ, അറിയില്ല, ഞങ്ങൾ ഇവിടെ മാറുന്നതിന് മുമ്പ് ഈ വീടിനെ പറ്റിയുള്ള ചില കഥകൾ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഇവളും. അങ്ങനെ അവൻ ആ ബുക്ക് കൊടുക്കുന്നു. അപ്പോഴായിരിക്കും കേസ് പറയുന്നേ, എനിക്ക് ഈ ബുക്കിനെ പറ്റി നിന്നോട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പം നേരില്ല, വേറെ പോകാനുണ്ടെന്ന് പറയുന്നു. അത് കുഴപ്പമില്ല, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവനും അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ അവൾ നേരെ അവളുടെ കോളേജിലേക്കാണ് പോകുന്നത്. അപ്പൊ മേരി എന്ന് പറഞ്ഞ ടീച്ചർ ഇന്ന് സ്കൂളിൽ വെച്ച് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കേസിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ അവൾ മേരി ടീച്ചറിനെ കാണില്ല, പകരം ജോൺ ഉണ്ടാകും അവിടെ. അപ്പോൾ അവൻ പിള്ളേർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് ടെന്നീസ് കോച്ചിങ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടേക്ക്. നീ എന്താ ഇവിടെ വന്നതെന്ന് ജോൺ ചോദിക്കുമ്പോഴായിരിക്കും താൻ മേരിയെ കാണാൻ വന്നതാണെന്ന് ഇവൾ പറയുന്നേ. മേരിയോ? അതിന് അവൾ ഇവിടെ ഇല്ലല്ലോ, ഞാനാണ് അവളെ ഇന്നലെ എയർപോർട്ടിലേക്ക് കൊണ്ടു ചെന്നാക്കിയതെന്ന് ജോൺ പറയുന്നു. ജോൺ പറഞ്ഞത് കേട്ട് ഇവൾ അങ്ങ് ഞെട്ടുന്നു. പിന്നെ എന്തിനാ മേരി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ജെയിൻ മരിച്ചതിന് ശേഷം ഇവളുടെ ചുറ്റിലും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എവിടേക്കോ ആയിട്ട് ഒരു വശപിശക് പോലെ. അങ്ങനെ അവൾ ജോണിനോട് മരിച്ച ജെയിനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഇവൻ ഒരു കാര്യം പറയുന്നേ. അതായത് ഈ ജെയിൻ ഇവന്റെ കൂടെ ടെന്നീസ് കളിക്കാറുണ്ടായിരുന്നു. അവളുടെ ഹസ്ബൻഡിനെയും ജോണിന് അറിയാം, പക്ഷെ അവളുടെ ഹസ്ബൻഡിനെ ജെയിൻ ജോണിന്റെ കൂടെ ടെന്നീസ് കളിക്കുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതിനുശേഷം അവൾ ജോണിനെ കാണാതെയായി. അവിടുന്ന് കേട്ടായിട്ട് റേച്ചൽ നേരത്തെ കേസിന്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്നാൽ റേച്ചൽ രാത്രി വിളിച്ചിട്ട് കേസിനോട്, എടി എനിക്ക് ഇന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ക്ലയന്റുമായിട്ടുള്ള മീറ്റിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടുന്ന് ചാടാൻ കുറച്ച് പണിയാണെന്ന് പറയുകയാണ്. അന്നേരം മാത്യുവിന്റെ കോൾ കേസിന് വരുന്നു. റേച്ചൽ ഞാൻ നിന്നെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കേസ് മാത്യുവിന്റെ കോൾ എടുക്കുന്നു. കോളിലൂടെ അവൻ, കേസ് എനിക്ക് അർജന്റ് വർക്ക് വന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിലെത്താൻ ലേറ്റ് ആകും, റേച്ചൽ എന്തായാലും നിന്റെ കൂടെ ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ റേച്ചലിന് വരാൻ പറ്റില്ല, സാരമില്ല, ഞാൻ എങ്ങനെയും മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് കേസ് കോൾ കട്ട് ചെയ്യുന്നു. അന്നേരം ഡോറ് തുറക്കുന്ന ശബ്ദം ഇവൾ കേൾക്കുകയാണ്. ആരാ എന്താണെന്ന് അറിയാൻ വേണ്ടി പേടിച്ചുകൊണ്ട് അവൾ ആ ഭാഗത്തേക്ക് പോകുന്നു. അന്നേരം അവിടെയുള്ള പ്ലാസ്റ്റിക് കവർ കൊണ്ട് അവളെ ആരോ പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. പാടുപെട്ട് അവൾ എങ്ങനെയൊക്കെയോ പുറത്ത് കടക്കുകയാണ്. അവൾ ആകെ എന്താ നടക്കുന്നത്, ആരാ തന്നെ ഉപദ്രവിക്കാൻ നോക്കിയത് എന്നൊക്കെ ഓർത്ത് പേടിച്ച് പരുവമായിട്ടാണുള്ളത്. അന്നേരം എപ്പോഴത്തെയും പോലെ തന്നെ ഏതോ ഒരു നമ്പറിൽ നിന്ന് ഇവക്ക് കോള് വരികയാണ്. പക്ഷെ ആരും സംസാരിക്കില്ല. ഇവക്കാണെങ്കിൽ പേടിയും വരുന്നുണ്ട്, ഒന്നും ആരെയും ഹെൽപ്പിന് വിളിക്കാനും പറ്റുന്നില്ല. അപ്പോഴേക്കും കറണ്ടും പോകുന്നു. അന്നേരം ഡോറിന്റെ പുറത്ത് നിന്ന് എന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെയൊക്കെ ഇവൾ കേൾക്കുകയാണ്. ഇതാരാ ചെയ്യുന്നത്, എന്തിനാ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഇവൾ ആകെ ഭയന്ന് വിറക്കുകയാണ്. പെട്ടെന്ന് അവളുടെ റൂമിലെ ഡോർ ആരോ തുറക്കുന്ന ശബ്ദം ഇവൾ കേൾക്കുകയാണ്. പേടിച്ചിട്ടാണേലും അതാരാണെന്ന് നോക്കാൻ വേണ്ടി പോയ അവൾ കാണുന്നത് ഒരു സ്ത്രീയുടെ രൂപമായിരിക്കും. യാരിത്? പെട്ടെന്ന് ആ രൂപം അവളെ ലക്ഷ്യമാക്കിയിട്ട് വരികയാണ്. പേടിച്ചുകൊണ്ട് ഇവൾ നേരെ ഓടിപ്പോയി അവിടെയുള്ള ബേസ്മെന്റിന്റെ അകത്ത് കയറിയിട്ട് വാതിലങ്ങ് അടക്കുന്നു. അന്നേരം ആരോ ഡോറ് തുറക്കാൻ നോക്കുന്നത് ഇവൾ കാണുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നും മനസ്സിലാകുന്നില്ല. കൂടാതെ പുറത്തുനിന്ന് ഗ്ലാസ് ഒക്കെ പൊട്ടുന്ന ശബ്ദങ്ങളൊക്കെ ഇവൾ കേൾക്കുന്നുണ്ട്. തുടർന്ന് സമയം കളയാതെ ഇവൾ വേഗം എമർജൻസി നമ്പറിൽ വിളിച്ചിട്ട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. കുറച്ചു നേരത്തിന് ശേഷം പോലീസ് എല്ലാം അവിടെ എത്തുന്നു. എന്നാൽ വീട് മുഴുവനും മരിച്ചു പിറക്കിയിട്ടും അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂടാതെ നേരത്തെ ഗ്ലാസ് ഒക്കെ പൊട്ടുന്ന ശബ്ദങ്ങളൊക്കെ അവൾ കേട്ടതാണല്ലോ. അങ്ങനെ ഒരു ഗ്ലാസ് പൊട്ടിയതിന്റെ ഒരു സൈനും ഉണ്ടാകില്ല. അപ്പോഴായിരിക്കും ലോസ് എന്ന ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നേ. അതായത് ഈ കേസിന്റെ അമ്മ മരിച്ചതിന് ശേഷം അതിന്റെ ട്രോമയിൽ അവൾ കുറച്ചു കാലം ഹോസ്പിറ്റലിലായിരുന്നു. ശേഷം കേസ് ആ വീട്ടിൽ നിൽക്കില്ല, ടൗണിലെ ഒരു ഹോട്ടലിലേക്ക് മാറുകയാണ്. അവിടുന്ന് കേട്ടായിട്ട് ജോണിനെ കാണാൻ വേണ്ടി കേസ് പോകുകയാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. നിനക്ക് ആ സ്ത്രീയുടെ ശബ്ദം കേട്ട് ഒന്നും തോന്നിയില്ലേ, ആരാ എന്താണെന്നൊന്നും? എനിക്ക് എന്താണെന്നറിയില്ല, ആ ശബ്ദം നല്ല പരിചയമുള്ളതുപോലെ തോന്നി. എന്റെ ചുറ്റിലും എന്തൊക്കെ നടക്കുന്നത് പോലെയുണ്ട്. ഇതൊക്കെ ജെയിനിന്റെ മരണവുമായിട്ട് എന്തോ കണക്ഷൻ ഉള്ളത് പോലെയും ഉണ്ട്. അല്ലെങ്കിൽ ഇതെല്ലാം ആൻഡ്രൂവിന്റെ പണിയാണെന്ന് ഇവൾ പറയുന്നു. ആൻഡ്രൂ എങ്ങനെ ഇതിന്റെ ഇടയിൽ വന്നതെന്ന് ജോൺ ചോദിക്കുമ്പോഴാണ് ആൻഡ്രൂ അന്ന് ഹാരിയുടെ വീട്ടിൽ വന്ന ടൈം അവിടെ അടുത്ത് ഇവളുടെ വീടായതുകൊണ്ട് അവൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നും എന്നിട്ട് അവനുമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. കേസ്, ഹാരിയുടെ വീട് നിന്റെ വീടിന്റെ അടുത്തല്ല, എന്റെ വീടിന്റെ അടുത്താണ്. അവന്റെ അമ്മയെ എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണെന്ന് ജോണും. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ആൻഡ്രൂ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നുള്ള ഡൗട്ട് കേസിന് വരികയാണ്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം മാത്യു നാട്ടിലെത്തുന്നു. അന്ന് വീട്ടിൽ നടന്ന സംഭവത്തിന് ശേഷം കേസ് ഹോട്ടലിലാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞ് മാത്യു നേരെ ഹോട്ടലിലേക്ക് പോകുന്നു. അവനാണെങ്കിൽ കേസ് ഇതൊക്കെ വെറുതെ ഇമാജിൻ ചെയ്യുന്നതാണെന്ന സംശയമുണ്ട്. അതുകൊണ്ട് അവളോട്, നീ അമ്മ മരിച്ചതിന് ശേഷം മരുന്ന് കുടിക്കാറുണ്ടായിരുന്നില്ലേ, ചിലപ്പോ അതിന്റെ വല്ല സൈഡ് എഫക്ട്സും ആയിരിക്കും,
ചില മരുന്ന് ഹാലുസിനേഷൻ വരാനൊക്കെ കാരണമാകാറുണ്ട്. ഇത് ഹാലുസിനേഷൻ ഒന്നുമല്ല എന്ന് അവളും. അപ്പൊ നേരത്തെ മാത്യു നേരെ വീട്ടിലേക്കായിരുന്നു പോയത്. അന്നേരം സെക്യൂരിറ്റി സിസ്റ്റം നന്നാക്കാൻ വന്നയാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ മാത്യുവിനോട് പറഞ്ഞത് കേസ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് സെക്യൂരിറ്റി സിസ്റ്റം നന്നാക്കാനാണ് ഇപ്പോൾ ഇവിടെ വന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തതായിട്ട് ഇവക്ക് ഓർമ്മയില്ല. മാത്യു, നിന്നോട് പറയാതെ ഞാനിങ്ങനെ സൈൻ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഇവൾ ചോദിക്കുമ്പോഴായിരിക്കും ഇവൾ സൈൻ ചെയ്ത പേപ്പേഴ്സ് ഒക്കെ അവർ ഇവന് കാണിച്ച കാര്യം മാത്യു പറയുന്നേ. അങ്ങനെ അവിടുന്ന് കട്ടാകുന്നു. പിറ്റേ ദിവസം അവർ അവരുടെ വീട്ടിലേക്ക് മാറുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം ലോസൺ വന്നിട്ട് കാസിനോട് ജെയിൻ മരിച്ച ദിവസം എത്ര മണിക്കാണ് നീ വീട്ടിൽ വന്നതെന്ന് ചോദിക്കുന്നു. ഏകദേശം 11:45 അവളും പറയുന്നു. ഇത് സത്യമാണോ എന്ന് ലോസൺ മാത്യുവിനോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നുവെന്നും മാത്യു പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് ശേഷം കേസ് റേച്ചലിനോട് ജെയിനിന്റെ മരണത്തെപ്പറ്റി എന്തെങ്കിലും തുമ്പ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നു. കാരണം ജെയിൻ അവളുടെ കമ്പനിയിലായിരുന്നല്ലോ വർക്ക് ചെയ്തിരുന്നത്. ഇടയ്ക്കൊക്കെ പോലീസ് കമ്പനിയിൽ വന്ന് ഓരോരുത്തരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആർക്കും ഒന്നും തന്നെ അറിയില്ല. ചിലപ്പോൾ അവളെ കൊന്ന അതേ കില്ലറാണെങ്കിലോ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ ശല്യപ്പെടുത്തുന്നത്. അല്ല, ഇതൊക്കെ അറിഞ്ഞിട്ട് മാത്യു എന്താ നിന്നോട് പറഞ്ഞത്? അപ്പൊ മാത്യുവിന്റെ കണ്ണിൽ കേസിന്റെ മരുന്നിന്റെ കുഴപ്പം കൊണ്ട് ഹാലുസിനേറ്റഡ് ആയിട്ട് ഓരോന്നും പറയുന്നതാണെന്നുള്ള കാര്യം കേസ് ഇവിടെ പറയുന്നു. എനിക്ക് തോന്നുന്നില്ല നിനക്ക് ഹാലുസിനേഷൻ ആണെന്ന്. അതൊന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിന് പൊട്ടി മുളച്ച് വരില്ല എന്ന് റേച്ചലും. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് ശേഷം കാസ് നേരെ ജെയിനെ കുറിച്ച് അറിയാനൊക്കെ വേണ്ടിയിട്ട് ജെയിന്റെ ഹസ്ബൻഡായ അലക്സിനെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഈ അലക്സിന് ഇഷ്ടമല്ല ജെയിൻ വർക്കിന് പോകുന്നതൊന്നും. ഇവന്റെ മൈൻഡിൽ പെമ്പിള്ളേർ പണിക്കൊന്നും പോകാതെ ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും നോക്കി നിൽക്കണമെന്നാണ്. വർക്കിന് പോയത് കൊണ്ട് മാത്രമാണ് അവൾ മരിച്ചത്, അല്ലെങ്കിൽ അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്ന് അലക്സ് പറയുന്നു. അല്ല, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അന്ന് അവൾ കൊല്ലപ്പെട്ട ദിവസം മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവൾ കൊല്ലപ്പെട്ടത്. ഇടയ്ക്ക് എനിക്ക് അവളുടെ പെരുമാറ്റം കാണുമ്പോൾ അവൾക്ക് വേറെ ആരോ ആയിട്ട് ബന്ധമുണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കൂടാതെ ജോണിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ അലക്സ് പറയുകയാണ്. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് കേസിന്റെ വീട്ടിലേക്ക് ബേബി സ്റ്റോറിൽ നിന്ന് സ്ട്രോളർ കൊണ്ടുവരികയാണ്. ഡെലിവറിക്ക് വന്നയാൾ കേസ് ഇത് ഓർഡർ ചെയ്തത് കൊണ്ടാണ് അയാൾ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറയുന്നു. പക്ഷെ കേസിന്റെ ഓർമ്മയിൽ അവൾ അങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് ഇവിടെ വന്നു എന്ന് മാത്യു ചോദിക്കുമ്പോൾ ഞാൻ ബേബി സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷീല എന്ന ടീച്ചറുടെ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഡെലിവറിക്ക് വന്നയാൾ നീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അവരോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു. എനിക്കൊരു കൺഗ്രാറ്റുലേഷനും തന്നിട്ടാ അയാൾ പോയത്. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല, അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാകും. ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ വേറെയും കപ്പിൾസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവരാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എനിക്ക് അയച്ചതാകും. എന്തായാലും ഞാനല്ല എന്നീ ഇവളും. അപ്പൊ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ ഇവളുടെ ഈ ഓർമ്മക്കുറവ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഡോക്ടറിനെ കാണിക്കാമെന്ന് മാത്യു പറയുന്നു. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പോൾ ഡോക്ടർക്ക് ഇവളുടെ അമ്മയെ പോലെ തന്നെ ഇവക്കും ഡിമെൻഷ്യ ആണെന്നുള്ള സംശയത്തിൽ എത്തുന്നു. അടുത്ത സീനിൽ മരിക്കുന്നതിന് മുമ്പ് ജെയിൻ അലക്സിന് വോയിസ് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെന്താണെന്ന് അറിയാൻ വേണ്ടി ലോസൺ അലക്സിന്റെ അടുത്ത് പോകുകയാണ്. അതിൽ കേസുമായി അടുപ്പമുള്ള ആർക്കോ അവിഹിത ബന്ധമുണ്ടെന്നാണ് ജെയിൻ പറഞ്ഞത്. പക്ഷെ അത് ആരാണെന്ന് മാത്രം പറഞ്ഞില്ല. പക്ഷെ കേസ് നേരത്തെ ഇവിടെ വന്ന സമയത്ത് അലക്സ് അത് അവളോട് പറയാനും വിട്ടുപോയി. അവിടുന്ന് കേട്ടായിട്ട് കേസ് വീട്ടിൽ നിന്ന് TV കാണുന്ന സമയത്ത് പെട്ടെന്ന് അത് ഓഫ് ആകുന്നു. ചേട്ടാ, ഇതെന്ത് പറ്റി എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ TVയിൽ നിന്ന് ഒരു സ്ത്രീ കേസ് കേസ് എന്ന് വിളിക്കുന്നത് ഇവൾ കേൾക്കുകയാണ്. ഇതെന്താ നടക്കുന്നതെന്നറിയാതെ ഇവൾ ആകെ പേടിച്ച് പരിഭ്രമിക്കുകയാണ്. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് അവിടെ ഒരു കറുത്ത രൂപമായിരിക്കും. അവൾ മാത്യുവിനെ വിളിച്ചുകൊണ്ട് വേഗം കിച്ചണിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാകും ഒരു കത്തി, അതിൽ ചോരയുമുണ്ട്. അപ്പോഴേക്കും മാത്യു അവിടെ എത്തുന്നു. അവൾ ഞാൻ ചോര പുരണ്ട ഒരു കത്തി കണ്ടെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു കത്തി അവിടെ ഉണ്ടാകില്ല. ശേഷം അവൾ TV കാണുമ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നാൽ ഇതൊന്നും അവൻ വിശ്വസിക്കില്ല. അല്ലെങ്കിൽ തന്നെ എങ്ങനെ വിശ്വസിക്കാനാ? ഇതൊക്കെ കാണുന്നതും അനുഭവിക്കുന്നതും അവൾ മാത്രമാണ്. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് പിറ്റേ ദിവസം എഴുന്നേൽക്കുന്ന സമയത്ത് പുറത്തു നിന്ന് ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേസ് കേൾക്കുകയാണ്. പുറത്തു പോയി നോക്കി അവൾ കണ്ടത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞും അതിനടുത്തായിട്ട് അവൾ മുമ്പ് കണ്ട ആ കുറുക്കനിയുമായിരിക്കും. അവൾ അതിന്റെ അടുത്ത് പോയി തുണി പൊക്കി നോക്കുമ്പോൾ കാണുന്നത് അതൊരു കുഞ്ഞല്ല, അതൊരു കാക്ക ചത്തതായിരിക്കും. ഇത് കണ്ട് ഇവൾ പേടിച്ച് വേഗം നേരെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. എന്നിട്ട് അവളുടെ മരുന്ന് അങ്ങ് എടുത്തു കഴിക്കുന്നു. ശേഷം ഇവൾ കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലായിരിക്കും. തൊട്ടടുത്ത് മാത്യുവും ഉണ്ട്. സംഭവം അവൾ കുടിച്ച മരുന്ന് ഓവർഡോസായി. അപ്പൊ ഇവൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതാണെന്ന എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഓവർഡോസ് ആയിട്ട് കഴിച്ചതല്ല എന്ന് ഇവൾ പരമാവധി പറയുമെങ്കിലും ആരും വിശ്വസിക്കില്ല. അങ്ങനെ അവൾ ഡിസ്ചാർജ് ആകുന്നു.
കുറച്ച് ദിവസത്തിന് ശേഷം വീട്ടിലിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് എന്തോ ശബ്ദം ഇവൾ കേൾക്കുകയാണ്. ലൈറ്റ്സ് ഒക്കെ കത്തുകയും കെടുകയും ചെയ്യുന്നു. ഇവക്കാണെങ്കിൽ പേടിയും വരുന്നുണ്ട്, ഒന്നും മനസ്സിലാകുന്നുമില്ല. പെട്ടെന്ന് ആരോ ഡോർബെൽ അടിക്കുന്നു. തുറന്നു നോക്കുമ്പോൾ അത് ലോസൻ ആയിരിക്കും. ലോസനോട് ഇവൾ, നിങ്ങൾ ഇപ്പൊ ഈ വീട്ടിൽ നടന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ ലൈറ്റ്സ് ഒക്കെ കെട്ടതും എന്തൊക്കെ ശബ്ദങ്ങളും നിങ്ങൾ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും കേട്ടിട്ടില്ല എന്ന് ലോസൻ പറയുന്നു. ശേഷം ലോസൻ മരുന്ന് ഓവർഡോസായി കഴിച്ചിട്ട് സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചതിനെ പറ്റിയൊക്കെ അവളോട് ചോദിക്കുകയാണ്. ഞാൻ ഓവർഡോസായിട്ട് കഴിച്ചിട്ടില്ല, എനിക്ക് സൂസൈഡ് ചെയ്യാനുള്ള ധൈര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോഴായിരിക്കും ലോസൻ ഒരു കാര്യം പറയുന്നേ. ഇവൾ വീണ്ടും ജെയിൻ മരിച്ച ആ വഴി പോയത് ഒരു അജ്ഞാതൻ സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കെന്റെ കാണാതായ കമ്മൽ കിട്ടിയെന്ന് പറഞ്ഞ് അവൾ അത് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അന്നേരം ലോസൻ, നീയും നിന്റെ ഹസ്ബൻഡും തമ്മിൽ നല്ല ബന്ധത്തിലല്ലേ? അല്ല, ഞങ്ങൾക്ക് വന്ന കോളിൽ ആ സ്ട്രേഞ്ചർ പറഞ്ഞത് നീയും ജോണും തമ്മിൽ റിലേഷനിലാണെന്നാണെന്ന് ലോസൻ പറയുന്നു. അത് വെറും കള്ളമാണെന്ന് ഇവളും. അവിടം കൊണ്ട് ചോദ്യം തീരില്ല. കേസ് ഇപ്പൊ നിൽക്കുന്ന ഈ വീടിലെ ഈ വീടിന്റെ പേര് റേച്ചലിന്റെ മിഡിൽ നെയിമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അതെങ്ങനെയാ വന്നതെന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഇവൾ പറയുന്നേ, ഈ വീട് പണ്ട് റേച്ചലിന്റെ ഫാമിലിയുടേതായിരുന്നു. പിന്നീട് അവർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായി വീടും എല്ലാം പോയി. അതിനൊക്കെ ശേഷമാണ് കേസിന്റെ ഫാമിലി ഈ വീട് വാങ്ങിയത്. അടുത്ത സീനിൽ കേസിന് അവളുടെ ഡോക്ടർ എന്തോ ലെറ്റർ അയച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓപ്പൺ ആക്കി നോക്കുന്നില്ലേ എന്ന് അവളോട് ചോദിക്കുന്ന മാത്യുവിനെയാണ് കാണിക്കുന്നത്. ഞാനത് നാളെ നോക്കിക്കോളാമെന്ന് അവളും. ഇത് തന്നെയാണ് നീ ഇന്നലെയും പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ നിന്നെ കാത്തു നിൽക്കാതെ ആ ലെറ്റർ അങ്ങ് ഓപ്പൺ ചെയ്തു. അത് അവൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല. മാത്യു, നീ എന്തിനെ എനിക്ക് വന്ന ലെറ്റർ ഓപ്പൺ ചെയ്തത്? അല്ല, അതിൽ ചിലപ്പോൾ ഇനിയും ഡോക്ടർ നിന്നെ കാണണമെന്ന് പറഞ്ഞതാണെങ്കിലോ, അല്ലെങ്കിൽ നിന്റെ മരുന്നിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് പറഞ്ഞതാണെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അത് ഓപ്പൺ ചെയ്തതെന്ന് മാത്യു. അങ്ങനെ അവൾ ആ ലെറ്റർ നോക്കുന്നു. അപ്പൊ അതിൽ ഡോക്ടർ കാസിന് ഡിമെൻഷ്യ ആണോ എന്ന് ഉറപ്പ് വരുത്താൻ ടെസ്റ്റ് ചെയ്യണമെന്നും അതുകൊണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വരണമെന്ന് പറഞ്ഞ കാര്യങ്ങളായിരിക്കും. അങ്ങനെ അവിടുന്ന് കട്ടാക്കുന്നു. ശേഷം കേസ് അവളുടെ വീട്ടിലെ സെക്യൂരിറ്റി ടെക്നീഷ്യനെ വിളിച്ചിട്ട് അവൾ സൈൻ ചെയ്തു എന്ന് പറഞ്ഞ കോൺട്രാക്റ്റിന്റെ കോപ്പി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അയച്ചു തരാമെന്ന് അവരും. ശേഷം അവൾ സൂസിയെ കാണാൻ പോകുന്നു. ഈ സൂസിയും മരിച്ച ജെയിനും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ കേസ് അവളോട്, ജെയിനിന് ഓഫീസിൽ ഏതെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ? എനിക്ക് അവരോടൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നു. അവൾക്കൊരു ഫ്രണ്ട് ഉണ്ട്, പേര് കെല്ലി. പിന്നെ നീ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിന്റെ ഫ്രണ്ട് റേച്ചൽ ഇല്ലേ, അവൾക്ക് ഈ കെല്ലിയുടെ ഹസ്ബൻഡുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും കേസിന് അറിയില്ലായിരുന്നു. എല്ലാം ഷെയർ ചെയ്യുന്ന റേച്ചൽ ഇത് മാത്രം അവളോട് പറഞ്ഞില്ല. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് ശേഷം സൂസിയുടെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകും വഴി വേറൊരു കാർ അവളുടെ കാറിനെ പിന്തുടരുന്നതായിട്ട് കേസിന് മനസ്സിലാക്കുകയാണ്. പിറകിലൂടെ വന്ന് അതിവളെ ഇടിക്കാനും നോക്കുന്നുണ്ട്. പേടിച്ച് വല്ലാതായി അവൾ വണ്ടി സ്പീഡിലെടുത്ത് പോകാൻ നോക്കുമ്പോഴേക്കും പിറകിലുള്ള കാർ ഇവളുടെ വണ്ടിയിൽ ഇടിക്കുന്നു. ഭാഗ്യത്തിന് അവൾക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. കാറിന് ചെറിയൊരു ഡാമേജ് ഉണ്ടായി എന്ന് മാത്രം. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ അവൾ പോലീസിനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം പോലീസും അവിടെ എത്തുകയാണ്. അപ്പോഴേക്കും മാത്യു വന്ന് അവളോട്, യെസ്, ഈ പോലീസിനെ വിളിക്കേണ്ട കാര്യമൊക്കെ എന്തായിരുന്നു എന്ന് ചോദിക്കുന്നു. റിപ്പോർട്ട് ചെയ്യാതെ പിന്നെ ഞാനെന്ത് ചെയ്യാനായിരുന്നു? അന്നേരമായിരിക്കും മാത്യു ഒരു കാര്യം പറയുന്നേ, അതായത് ഇവളുടെ കാറിന് ഡാമേജ് പറ്റിയത് ഇന്നല്ല കഴിഞ്ഞ ആഴ്ചയാണെന്നുള്ള കാര്യം. എന്നിട്ട് അവൻ പോലീസിനോട്, സോറി സാർ, എന്റെ വൈഫിന് ഓർമ്മക്കുറവിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. അപ്പോൾ ഇതൊക്കെ കേട്ട് അവളും കൺഫ്യൂസ്ഡ് ആകുന്നു. ഈ സംഭവത്തോടെ കാസിന്റെ അസുഖം കൂടി കൂടി വരുന്നുണ്ടെന്ന് മാത്യുവിന് മനസ്സിലാവുകയാണ്. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് പിറ്റേ ദിവസം സെക്യൂരിറ്റി ടെക്നീഷ്യന്റെ കോൾ ഇവൾക്ക് വരികയാണ്. ഇവളന്ന് കോൺട്രാക്ട് പേപ്പറിന്റെ കോപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അവരുടെ കയ്യിൽ 2 കോൺട്രാക്ട് പേപ്പറിൽ സൈൻ ചെയ്തതായിട്ട് കാണുന്നുണ്ട് എന്നായിരിക്കും പറയുന്നത്. ഒന്ന് മാത്യുവിന്റെ സൈനും ഒന്ന് ഇവളുടെ സൈനും. അന്നേരം ഇവൾ സൈൻ ചെയ്ത ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ അവർ ആ ഡേറ്റ് പറയുന്നു. എന്നാൽ ആ പറഞ്ഞ ഡേറ്റിന് ഇവൾ നാട്ടിലുണ്ടായിരുന്നില്ല. അവസാനം ഇവൾക്ക് ഇതിന്റെ എല്ലാം പിറകിൽ മാത്യു ആണോ എന്നുള്ള സംശയം വരാൻ തുടങ്ങുകയാണ്. അവിടുന്ന് കട്ടായിട്ട് ശേഷം കാസ് റേച്ചലിനോട് ഈ കാര്യത്തിൽ മാത്യുവിന് സംശയമുണ്ടെന്നും ഇനി അവന് തന്നെ കൂടാതെ വേറെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ എന്ന് പോലും തനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നു. നിന്റെ തോന്നൽ തെറ്റാവാൻ ചാൻസ് ഇല്ല. നീ ഒരു കാര്യം ചെയ്, അവന് റിലേഷൻ ഉണ്ടോ എന്ന് അറിയാൻ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററിനെ ഹയർ ചെയ്. നിനക്ക് ഓൾറെഡി അറിയാലോ എനിക്ക് ആ മാത്യുവിനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം, ഞാനത് മുമ്പേ നിന്നോട് പറഞ്ഞതുമാണ്. അങ്ങനെ അതും പറഞ്ഞ് റേച്ചൽ റെസ്റ്റ് റൂമിൽ പോകുന്നു. അന്നേരം റേച്ചലിന്റെ ഫോണിൽ ഒരു കോൾ വരുന്നു. കേസ് അതെടുത്ത് നോക്കുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം റേച്ചൽ അവിടേക്ക് വരികയാണ്. അന്നേരം കേസ് ഫോൺ അവളെ കാണിക്കാതെ മാറ്റി വെക്കുകയാണ്. ശേഷം വീട്ടിലെത്തിയ കേസ് ആ ഫോണ് നോക്കുമ്പോഴായിരിക്കും റേച്ചലും ഈ മാത്യു ആയിട്ട് റിലേഷൻ ഉള്ള കാര്യം കേസിന് മനസ്സിലാകുന്നത്. സംഭവം മാത്യുവിന് കേസിന് മാരേജ് ചെയ്യുന്നതിന് മുമ്പ് റേച്ചലുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു.
റേച്ചൽ കോളേജിൽ പഠിക്കുന്ന ടൈം റേച്ചലിന്റെ കോളേജിലെ ടീച്ചർ അസിസ്റ്റന്റ് ആയിരുന്നു ഈ മാത്യു. റേച്ചലാണ് മാത്യുവിനെ കാസുമായിട്ട് പരിചയപ്പെടുത്തിയത്. എന്തിനാണെന്ന് വെച്ചാൽ ശരിക്കും കാസ് നിൽക്കുന്ന വീട് റേച്ചലിന്റെ ആണല്ലോ. അത് തിരിച്ച് വീണ്ടെടുക്കാൻ വേണ്ടിയും എല്ലാം അവളുടെ കൺട്രോളിൽ വരാൻ വേണ്ടിയുമാണ്. മാത്യുവും റേച്ചലുമാണ് കാസിനെ ഭയപ്പെടുത്താനും അവൾ മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയും പല ഹൊറർ ലൈക്ക് സംഭവങ്ങളൊക്കെ പേർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തത്. ആ സ്ട്രേഞ്ച് ഫോൺ കോൾസും വീട്ടിലിടയ്ക്കിടയ്ക്ക് ഇവളെ ഓരോ ശബ്ദമുണ്ടാക്കി പേടിപ്പിച്ചതുമൊക്കെ അവരുടെ പ്ലാൻ ആയിരുന്നു. എന്നിട്ട് ഫൈനലി കാസിനെ സൂയിസൈഡിലേക്ക് പുഷ് ആക്കുക, അതായിരുന്നു അവരുടെ പ്ലാൻ. കാസ് മരിച്ചാൽ പിന്നെ മാത്യുവിന്റെ കൺട്രോളിലാകുമല്ലോ കാസിന്റെ സ്വത്ത്. അത് മാത്യുവിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഈസി ആയിട്ട് റേച്ചലിന്റെ കയ്യിലും കിട്ടും. ഇതിനു വേണ്ടിയാണ് റേച്ചൽ കാസിനെ മാത്യു ആയിട്ട് അടുപ്പിച്ചത്. ജെയിനെ കൊന്നതും വേറെ ആരുമല്ല, റേച്ചലും മാത്യുവുമാണ്. അതായത് റേച്ചലിന്റെ ഓഫീസിൽ നിന്ന് റേച്ചലും മാത്യുവും തമ്മിലുള്ള ബന്ധം ജെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു. ജെയിൻ എല്ലാം അറിഞ്ഞെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മാത്യുവും റേച്ചലും അന്ന് ജെയിൻ ഓഫീസിലേക്ക് തിരികെ പോകും വഴി ആ റോഡിൽ വെച്ച് അവളെ കൊന്നു കളഞ്ഞത്. അവരുടെ മെസ്സേജ് ഒക്കെ കണ്ട് ഇവക്ക് അതെല്ലാം താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു. അവസാനം അവൾ ഇതൊന്നും സഹിക്കാൻ വയ്യാതെ സൂയിസൈഡ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് ആൻഡ്രൂ കാസ് കൊടുത്ത ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരികയാണ്. അവൻ അവളെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും മറുപടിയൊന്നും ഉണ്ടാകില്ല. അകത്താണെങ്കിൽ കാസ് കൈമുറിച്ച് സൂയിസൈഡ് ചെയ്തത് കൊണ്ട് നിറയെ ബ്ലഡ് ആയിരിക്കും. ആരെയും കാണാത്തത് കൊണ്ട് ജനലിലൂടെ നോക്കിയ ആൻഡ്രൂ കാണുന്നത് ചോര വാർന്നു കിടക്കുന്ന കാസ് നടക്കുകയാണ്. അവസാനം ജോൺ മാത്യുവിനെ അവിടെയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ പിറകിലൂടെ വന്ന് റേച്ചൽ ജോണിന്റെ തലക്കടിച്ച് അവന്റെ ബോധം കെടുത്തുന്നു. അന്നേരം ആരോ പുറത്തുകൂടി ഓടുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അത് വേറെ ആരുമല്ല, കാസാണ്. സത്യത്തിൽ അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം എല്ലാവരും കൂടി പ്ലാൻ ചെയ്തതായിരുന്നു. അതോടെ ഇവർക്ക് രണ്ടുപേർക്കും കാസ് ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുകയാണ്. ശേഷം റേച്ചൽ ഓടിപ്പോയി കാസിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് കസേരയിൽ കെട്ടിയിടുകയാണ്. എന്നാൽ മാത്യുവിന് കാസിനെ ഉപദ്രവിക്കണമെന്നൊന്നും താല്പര്യമുണ്ടാകില്ല. അതുകൊണ്ട് അവൻ റേച്ചലിനോട് അവളെ വിട്ടേക്കെന്ന് പറയുന്നു. നിനക്ക് ഇവളുടെ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ്. ഇവൾ ആള് കാണുന്നത് പോലെയല്ല. ഞങ്ങളുടെ വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇവളുടെ ഫാമിലി ഞങ്ങളെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. നിനക്കൊരു കാര്യം അറിയാമോ? എന്റെ അമ്മ നിന്റെ അമ്മയെ പൈസ തന്ന് സഹായിച്ചിട്ടുണ്ട്. ഞാനത് നിന്നോട് മനഃപൂർവ്വം പറയാതിരുന്നതാ. ചിലപ്പോ നിനക്കത് നാണക്കേട് പോലെ തോന്നിയാലോ എന്ന് കരുതിയാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. എന്നാൽ റേച്ചൽ അതൊന്നും വിശ്വസിക്കില്ല. നിന്റെ ഫാമിലി ഞങ്ങൾക്ക് വേണ്ടി ഒരു കുന്തവും ചെയ്തില്ല എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് കേസിനെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് മാത്യു വന്ന് അത് തടയാൻ ശ്രമിക്കുകയും ആ കത്തി അവന്റെ ശരീരത്തിലേക്ക് കയറി അവൻ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും പോലീസുകാരെല്ലാം അവിടെ എത്തുന്നു, റേച്ചലിനെ അറസ്റ്റ് ചെയ്യുന്നു. അന്നേരമായിരിക്കും നമുക്കൊരു കാര്യം കാണിച്ചു തരുന്നേ. അതായത് മാത്യുവും റേച്ചലും തമ്മിൽ എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് കേസിന് ഓൾറെഡി അറിയാമായിരുന്നു. വീടിനകത്ത് നിന്ന് പല പ്രശ്നങ്ങളും അവൾ അനുഭവിച്ച സമയത്ത് അവിടെ വെച്ചൊരു ക്യാമറ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാസിനെ ഇവർ 24 മണിക്കൂറും ഒബ്സർവ് ചെയ്യുന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. ശേഷം അവൾ ജോണിനോടും ആൻഡ്രൂവിനോടും ഈ കാര്യം പറയുകയും ചെയ്തു. അങ്ങനെ അവരുടെ സഹായത്തോടെയായിരുന്നു അവൾ സൂയിസൈഡ് ചെയ്തത് പോലെയൊക്കെ അഭിനയിച്ചത്. എന്തായാലും റേച്ചലും മാത്യുവും ക്യാമറയിലൂടെ ഇതൊക്കെ കാണുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവളൊരു ഡ്രാമ ടീച്ചർ ആണല്ലോ. ആക്ടിങ് അവളെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പോലീസുകാരോടും അവൾ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസിന്റെ കണ്ണിൽ അവൾ മെന്റലി ഓക്കെ അല്ലാത്ത ഒരാളാണല്ലോ. അപ്പൊ മാത്യുവിനെ തന്ത്രപൂർവ്വം അവിടെ എത്തിച്ച് പോലീസിന്റെ മുമ്പിൽ തെളിവ് സഹിതം എല്ലാം ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് കാസ് ഇതൊക്കെ ചെയ്തത്. അങ്ങനെ കാസ് സംഭവിച്ച കാര്യങ്ങളെല്ലാം അലക്സിനോട് പറയുന്നു. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയുന്നു. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു ദിവസം വേറൊരു മൂവിയായിട്ട് ഞാൻ വരാം.